ഇപ്പോൾ അന്വേഷണ കേസിന്റെ ഈ വിധി പ്രസ്താവം ഇപ്പോൾ വരുമ്പോൾ ഈ കേസിന്റെ നാൾവഴികളിൽ ഏറ്റവും നിർണായകമായ എടുത്തു പറയേണ്ടത് അന്വേഷണ സംഘത്തിന്റെ ഒരു മികവ് തന്നെയാണ്. ഇതൊരു അന്വേഷണ സംഘത്തിന്റെ വിജയം എന്നുകൂടി പറയാൻ സാധിക്കുന്നതാണ്. എത്രത്തോളം അഭിമാനമുണ്ട് ഈ അന്വേഷണ സംഘത്തിന് ഈ വിധി പ്രസ്താവം കേൾക്കുമ്പോൾ? വളരെയധികം അഭിമാനം തോന്നുന്നു. ഇത് ബഹുമാനപ്പെട്ട കോടതി നൽകുന്ന ഒരു കൃത്യമായ സന്ദേശമാണ്. ക്രൂരകൃത്യം ചെയ്യുന്നവരെ വെറുതെ വിടില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നോക്കിയിരിക്കില്ല എന്നുള്ള ശക്തമായ സന്ദേശമാണ് ബഹുമാനപ്പെട്ട കോടതി നൽകുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സയന്റിഫിക് എവിഡൻസസ് കളക്ട് ചെയ്ത് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട കോടതിയെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ശിക്ഷ ലഭിക്കുമെന്നുള്ളൊരു ഉദാഹരണം കൂടിയാണ് ഈ കേസ്. ശാസ്ത്രീയ തെളിവുകളൊക്കെ എത്രത്തോളം ശക്തമായിരുന്നു ഈ കേസിൽ? വളരെ ശക്തമാണ്. കാരണം പ്രതിക്ക് നിഷേധിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിക്കെതിരെയുള്ള യൂണീക്കായിട്ടുള്ള എവിഡൻസ് സീൻ ഓഫ് ക്രൈം നിന്ന് കിട്ടുകയാണ്. വിക്ടിമിന്റെ നെയിൽ ക്ലിപ്പിൽ നിന്ന് കിട്ടിയുള്ള മെയിൽ DNA, വിക്ടിമിന്റെ പുറകുവശത്ത് കടിപ്പാടുണ്ടായിരുന്നു. ആ കടിപ്പാടിനെ കോറിലേറ്റ് ചെയ്യുന്ന ഭാഗത്തെ ഡ്രസ്സിലുണ്ടായിരുന്ന സലേവയിൽ നിന്ന് കിട്ടിയ DNA, വിക്ടിമിന്റെ ചുരിദാർ ടോപ്പിലെ സ്ലീവ്സിലുണ്ടായിരുന്ന DNA, വീടിന്റെ പുറകുവശത്തെ കട്ടിലപ്പടിയിലുണ്ടായിരുന്ന ബ്ലഡിൽ നിന്ന് കിട്ടിയ DNA, മെയിൽ DNA, ഇതെല്ലാം ഒരേ ഒരു വ്യക്തിയുടേതായിരുന്നു. ഞങ്ങൾ ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുമ്പേ ഇത് ആദ്യാന്വേഷണ സംഘം ലാബിലേക്ക് അയച്ച് അതിന്റെ റിസൾട്ട് വന്ന് കിടപ്പുണ്ടായിരുന്നു. ആ റിസൾട്ടിലെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുമ്പുള്ള വലിയ ടാസ്ക് ആയിരുന്നല്ലോ. കാര്യം ദൃക്സാക്ഷികളില്ല. എങ്ങനെയാണ് ഇയാളിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് അന്ന് കഴിഞ്ഞത്? വലിയ ടാസ്ക് ആയിരുന്നു. അപ്പോ അന്ന് ഞങ്ങൾ ഈ ഒരു മെയിൽ DNA ഉണ്ടായിരുന്നുകൊണ്ടുകൂടിയാണ് ചുറ്റുപാടും പലരെയും സംശയിച്ചിരുന്നെങ്കിലും അവരൊന്നും ഇതിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പിച്ചിരുന്ന ഒരു കാര്യം ഈ മെയിൽ DNA, അവരുടെ DNA ഈ മെയിൽ DNA ആയിട്ട് ഒത്തുനോക്കുമ്പോൾ അത് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളും ചുറ്റുമുള്ള എല്ലാവരെയും നിരീക്ഷിച്ച് പരിശോധിച്ച് വരുമ്പോഴും ഒരു തെളിവില്ലാതെ നിൽക്കുമ്പോഴാണ് ഞങ്ങളെ അന്വേഷണ സംഘത്തിൽ കൂടുതലായിരുന്ന സുദർശൻ അന്നത്തെ DYSP പരിപാടി സുദർശന്റെ കീഴിലുള്ള ഒരു സംഘത്തെ ഓരോ സംഘങ്ങളായി ഞങ്ങൾ തിരിഞ്ഞ് ഞങ്ങൾ അന്വേഷിക്കായിരുന്നു. ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്, ആ ഇൻഫർമേഷൻ നിന്ന് കിട്ടിയ അത് ചുവട് പിടിച്ച് പിന്നീട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന അന്നത്തെ DYSP ആയിരുന്ന സോജനും ടീമും കാഞ്ചീപുരത്ത് പോയാണ് ഇയാളെ എടുക്കുന്നത്. കേസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇലക്ഷൻ സമയം, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാകുന്നു. ഏതെങ്കിലും രീതിയിൽ സമ്മർദ്ദം അന്നുണ്ടാക്കിയോ ഇത്തരം കോലാഹലങ്ങളൊക്കെ? ഞാൻ അന്വേഷിക്കുന്ന ഒരു കേസുകളിലും ഞാൻ അങ്ങനെ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടാറില്ല. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അന്വേഷണം നടത്തുക, തെളിവുകൾ ശേഖരിക്കുക, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് പോവുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് മുൻപിൽ മറ്റു പോംവഴികളില്ല. മാത്രമല്ല സ്വീകരിക്കാനും പാടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്? സത്യത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ അപ്പീൽ ഹൈക്കോടതിയിൽ വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ആശങ്കയുണ്ടായിരുന്നോ വിധി മറിച്ചായി പോകുമോ എന്നുള്ള കാര്യത്തിൽ? ആശങ്ക ഒട്ടുമില്ലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും കൃത്യമായ എവിഡൻസസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ബഹുമാനപ്പെട്ട കോടതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആശങ്ക ഒട്ടുമില്ലായിരുന്നു.